അമ്പല കമ്മിറ്റിക്കാരോടും നാട്ടുകാരോടൊക്കെ ഞാൻ എന്തു സമാധാനം പറഞ്ഞേനെ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ നാട്ടുകാരോട് സമാധാനം പറയുന്നതാണോ? നിങ്ങളുടെ ചേട്ടനോട് അവന്റെ അപ്പാവോട് എന്ത് സമാധാനം പറഞ്ഞേനെ? ഈ പഞ്ചത്താൽ അങ്ങേര് സമാധാനിക്കും, അല്ലാതെന്താ? ഒന്നുകിൽ ഇവനെ കൊല്ലുമല്ലെങ്കിൽ ചാകുമെന്ന് പറഞ്ഞ് അണ്ണം ബാക്കത്തി എടുത്ത് നിൽക്കുമ്പോഴാ ഞാൻ ഇവനെ സേലത്ത് നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. ചേട്ടന്റെ മോനെ സൽസ്വഭാവിയാക്കി തിരിച്ചു കൊണ്ടുവരാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ? നന്നാകില്ല എന്ന് കുട്ടികൾ ശപഥം ചെയ്താൽ നമുക്ക് എന്നാ ചെയ്യാനൊക്കും? 10ാം ക്ലാസ് വരെ പഠിച്ചവനാ. തമിഴ് എഴുതാനും വായിക്കാനും അറിയാമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു തമിഴിന്റെ കാര്യത്തിൽ തന്തൈ പെരിയോറുകളേക്കാൾ പ്രമാദமான ബുദ്ധിശാലി എന്ന്. അങ്ങനെ പറഞ്ഞപ്പോഴേ അവൻ അടി കൊടുക്കേണ്ടതാ. അണ്ണൻ തമ്പി നമ്മ കുളന്ത മാതിരി നനച്ചു വിശ്വസിച്ചു. ഒരു പ്രസ് കൊണ്ടുപോയി പ്രൂഫ് റീഡറായി നിർത്തി. അവസാനം ആ പ്രസ് പാർട്ടിക്കാർ തല്ലിപ്പൊടിച്ചു. കരുണാനിധിയുടെ പേര് കരുണാനദി എന്നടിച്ചു, സ്റ്റാലിന്റെ പേര് ശല്യം എന്നടിച്ചു. യവൻ പ്രൂഫ് നോക്കി തിരുത്തി കൊടുത്തതാ. പാർട്ടിക്കാർ വെച്ചേക്കൂ. പ്രസ് നടത്തുന്ന കുട്ടി എൻ്റെ ഒരു സ്റ്റുഡന്റാ. അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, സാറേ ഇങ്ങനൊരു ജതി എന്നോട് വേണ്ടായിരുന്നെന്ന്. എന്ത് സമാധാന പറയേണ്ടത്? ജീവൻ തിരിച്ചു കിട്ടിയത് ഭാഗ്യമെന്നാ അവൻ പറഞ്ഞത്. അന്ന് പാർട്ടിക്കാരുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവരവനെ കൊന്നേനെ. പാർട്ടി ഓഫീസ് കൂട്ടിക്കൊണ്ടുപോയി അതൊന്ന് കോംപ്രമൈസ് ചെയ്യാൻ ഞാൻ പെട്ട പാട്. 200 പേജിന്റെ 10 ബുക്ക് നിറയെ അവനെ കൊണ്ട് അവന്മാര് കരുണാനിധി എന്ന് എഴുതിച്ചത്. നമ്മുടെ അറിവ് അവന്റെ കൂടെ നടന്ന അറിവ് കെട്ടവനാകാതിരുന്നാ മതി. എങ്ങനെ ഉണ്ടടാ? കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഒരു കിണർ എന്റെ മുഖച്ഛായ മാറ്റി. അല്ല, എന്റെ അപ്പനെ വിവരം അറിയിച്ചായിരുന്നു. എന്തിനാടാ ഭാവത്തിന് വിഷമിപ്പിക്കുന്നത്? ചത്തെന്ന് അറിയിച്ചിരുന്നെങ്കിൽ മൂക്കി വെക്കാനുള്ള പഞ്ഞിയും കൊണ്ട് അങ്ങേര് വന്നേനെ. നീ ചത്ത മൂക്കി പഞ്ഞി വെക്കത്തില്ലടാ. നീ അത് വലിച്ചിളക്കി കളഞ്ഞിട്ട് ശ്വാസം വലിച്ചേറ്റി വീണ്ടും ജീവിച്ചു വരും. അതുകൊണ്ടേ നിനക്ക് അലകാപ്പേ വെക്കും. കട്ടോടാ ഡിപ്ലോമാറ്റിക്ക് ചിറ്റമ്മയ്ക്കും ചിറ്റപ്പനും ഒക്കെ നല്ല അഭിപ്രായം. നാട്ടുകാരെ കളിപ്പിക്കുന്ന പോലല്ല, കടമുള കളിപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും. സമാധാനമായല്ലോ. എന്നെ ഈ കോലത്തിലാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. എനിക്ക് സമാധാനമായി. ഉള്ള കഞ്ഞിയും വെള്ളമൊക്കെ കുടിച്ച് ഇവിടെ എങ്ങാനും അടങ്ങി ഒതുങ്ങിയിരിക്കുമല്ലോ. കഞ്ഞിയും വെള്ളമൊന്നും ഇറങ്ങാത്ത അവസ്ഥയില്ല ചിറ്റമ്മ. തലയും കുത്തി വീണ് കുടല് മറിഞ്ഞു കിടക്കുക. ചിറ്റപ്പ, കുടല് മറിഞ്ഞാൽ ഓതി ശരിയാക്കുന്നവർ വല്ലൊരു ഈ പരിസരത്തുണ്ടോ? ചായ കുടിച്ചിട്ട് തേയില വെള്ളവും പാലും രണ്ടായിട്ടാ ഛർദിക്കുന്നത്. ഉച്ചയും കുത്തി വെള്ളത്തിൽ വീന്നവനെ പിന്നെ പ്രത്യേകിച്ച് വാഷ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അമ്പ് തറയ്ക്കുന്ന പോലെ ചെളി ചെന്ന് കുത്തിക്കുന്നത്. അന്നേ ചത്തിരുന്നെങ്കിൽ ആഞ്ജനേയ കോവിലിന്റെ പരിസരത്ത് എന്റെ പേരിലൊരു അമ്പലം വന്നേനെ, സുപ്പാണ്ടി കോവിൽ. എന്തൊക്കെ പറ്റിയിട്ട് ഗുണം പിടിക്കുന്നില്ലല്ലോ. ഞാൻ ഗുണം പിടിക്കാതിരിക്കാൻ വേണ്ടി ആരാണ്ട് ഏതാണ്ട് ചെയ്തിരിക്കുക. മിക്കവാറും എന്റെ അപ്പ തന്നെ ആയിരിക്കും. അദ്ദേഹം ചെയ്ത മഹാഭാവം നിനക്ക് ജന്മം തന്നതാ. എന്താ നിന്റെ അടുത്ത പരിപാടി? ഞാൻ ഈ അവസ്ഥയിൽ ഇവിടെ നിൽക്കാൻ കാരണക്കാരൻ ഇവൻ ഒറ്റ ഒരുത്തനാ. കിണറ്റിന്റെ പരിസരത്ത് അന്തസ്സായിട്ടൊരു വ്യാപാരം നടത്തിക്കൊണ്ടുവന്ന എന്റെ അടുത്ത് ഇവൻ വന്ന് നിന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇതെന്റെ കഷ്ടകാലത്തിലാണെന്ന്. എന്നെ വിളിച്ചു വരുത്തിയല്ലേ? വേലി കിടന്നതിന്റെ അടുത്ത് വേണ്ടാത്തടുത്ത് വെച്ച് കടി മേടിച്ചെന്ന് പറഞ്ഞതുപോലെയായി. ഇപ്പൊ പെടലിയിൽ കോണാൻ, തലയിൽ കോണാൻ, കാണാൻ വയ്യാത്തടത്ത് കോണാൻ. സമാധാനമായല്ലോ. ഇതിനാടാ കൂടപ്പുറപ്പ് സ്നേഹം എന്ന് പറയുന്നത്. നിന്റെ പറച്ചിലോട്ടാ തോന്നുമല്ലോ അറിവ് നിന്നെ തള്ളിയിട്ടതാണെന്ന്. പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയതാണ് അവൻ ചെയ്തിട്ട്. അയ്യോ, എന്നെ കൊണ്ടുപോയത് ഇവനാ. ആ കിണറ്റി കിടന്ന് ഞാൻ അഴുവി അതിനകത്ത് കിടക്കുന്ന തവളകൾ ചത്തുപോണ്ടെന്ന് വിചാരിച്ചിട്ട് നാട്ടുകാർ പൊക്കിക്കൊണ്ട് പോയതാ. വായിക്കൂടെ മൂക്കിക്കൂടെ ആസനത്തിൽ കൂടെ ഉയരിട്ട് കിടന്ന് എന്റെ അടുത്ത് ഒരു ഉണക്ക മാലയായിട്ട് ഇളിക്കാണ്ട് വന്നൊരു നിപ്പ്. ഇലക്ട്രോണിക്സ് ഡിപ്ലോമ പാസ്സായി എന്ന് കരുതി തെക്ക് വടക്ക് നടന്നിട്ട് കാര്യമില്ല. മനുഷ്യനും ശ്രദ്ധയോട് ഉപയോഗിക്കേണ്ട സാധനമാണ് സമയം. പാഴാക്കി കളഞ്ഞാൽ അത് തിരിച്ചു കിട്ടില്ല. ഇനി എന്താ എന്നതിനെ പറ്റി വളരെ ഗൗരവമായിട്ട് ആലോചിക്കണം. ഇപ്പോ കുട്ടികളൊക്കെ ജോലി തേടി വിദേശത്തേക്ക് പോകുന്നുണ്ട്. ഒരു വിസ സംഘടിപ്പിച്ച് പോകുന്നെങ്കിൽ അങ്ങനെ. അപ്പാ, എനിക്ക് തമിഴ്നാട് വിട്ടു പോകുന്നതിനോട് താല്പര്യമില്ല. കാല് ചൊറിഞ്ഞതാ. തുടർന്ന് പഠിക്കണമെങ്കിൽ നമുക്കത് ആലോചിക്കണം. നിന്റെ തീരുമാനം എന്തോ അതനുസരിച്ച് കാര്യങ്ങൾ നീക്കാനാ അപ്പാവുക്ക് ഇഷ്ടം. എന്തേ അപ്പാവ് ഉപദേശത്തിന്റെ ചുരുക്കം മോനെ മനസ്സിലായോ? ഇവനെ പോലെ ആകരുതെന്ന്. ഇനിയെങ്കിലും തട്ടിപ്പും വെട്ടിപ്പൊക്കെ നിർത്തി മര്യാദക്ക് ജീവിക്കാൻ നോക്കടാ. ഒരു തൊഴിൽ പഠിച്ചാലോ എന്തെന്ന് ആലോചിക്കുക. നല്ല കാര്യം, അങ്ങനെ വല്ലതും നോക്കും. പക്ഷെ നിങ്ങളൊക്കെ കൂടെ ഒന്ന് സഹകരിക്കണം. ഒരു 10 തല കിട്ടണം. എന്ത് തൊഴിലാണ്? ചൊര. അത് പഠിച്ച വല്ല കാശിയിലോ രാമേശ്വരത്തോ പളനിയിലോ പോയി പണിയെടുത്ത് ജീവിക്കാം. നല്ല ടിപ്പ് കിട്ടും.
പകുതി പഠിച്ചതിന് ശേഷം ചോദിക്കണം, കാശ് തരാത്തന്നെ മാറ്റിയിരുത്താം. എടാ അറിവുകെട്ട മുട്ടാളാ, എന്തോ? അത് നമ്മുടെ സമുദായത്തിന് ചേർന്ന തൊഴിലാണോ? മുടിക്ക് സമുദായമില്ല ചിറ്റമ്മ, ചുളുവില് പഠിച്ചെടുക്കാൻ കാശും ഉണ്ടാക്കാം. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, നീ ഗണത്തിലല്ല പാതാളത്തിൽ വീണാലും കുഞ്ഞെ നീ കുണം പിടിക്കത്തില്ല. വല്ല കാര്യമുണ്ടോ? എന്തുവാ എവിടെ വലിച്ചെടുത്തോണ്ട് പോകുന്നു? എന്റെ ജീവിതം കോച്ചാട്ടാക്കിയപ്പോ നിനക്ക് സമാധാനമായോ? ഇയാളോട് ഞാൻ പറഞ്ഞോ കിണറ്റി വീടാ? എടാ വീണതല്ലടാ, പിന്നെ ചാടിയതാണോ? മനപ്രയാസം കൊണ്ട് നില തെറ്റിപ്പോയി. ഒരു കൂടപ്പുറപ്പിനോട് ചെയ്യാവുന്ന ചതി ആരോടാ നീ ചെയ്തത്? അണ്ണനെ ഞാൻ എങ്ങനെ ചതിച്ചെന്നാ? സെങ്കോടിയോട് എന്തോ പറയണമെന്നാ ഞാൻ നിന്നോട് പറഞ്ഞത്. ഐ ലവ് യു. അതായത് ശുപ്പാണ്ടി അണ്ണൻ അവളെ പ്രേമിക്കുന്നു എന്ന്. അണ്ണ അല്ലയോ പറഞ്ഞ പേര് പറയണ്ടെന്ന്? എടാ പേര് പറയാതെ തന്നെ ആളെ വ്യക്തമാക്കണമായിരുന്നു. പേര് പറയാൻ ചെന്നപ്പോഴൊക്കെ അവൾ എതിർത്തു. ആ പേര് മിണ്ടി പോരെന്ന് പറഞ്ഞു. മനുഷ്യന് ഇഷ്ടപ്പെടാത്ത പേര് എനിക്കിട്ട് എന്റെ കുറ്റമാണെന്നോ? അതെന്റെ അപ്പാവിന്റെ കുഴപ്പമില്ലേ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? അണ്ണൻ പറഞ്ഞു ഐ ലവ് യു എന്ന് പറയണോന്ന്. ഞാൻ പറഞ്ഞേ അണ്ണനെ ചൂണ്ടിക്കാണിച്ചോണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇയാളെ പറഞ്ഞ കാര്യമൊക്കെ അങ്ങ് വിട്. അവള് തെറ്റിദ്ധരിച്ചേക്കുക നീ അവളെ പ്രേമിക്കുന്നെന്ന്. അതുകൊണ്ട് അവള് നിന്റെ കഴുത്തിൽ മാല ഇട്ടത് കെട്ടിപ്പിടിച്ച് ഉമ്മ വന്നത്. എടാ മഹാഭാവി അന്തരമെങ്കിലും പറയണ്ടേ ഞാനല്ല അണ്ണനാണെന്ന്. എന്ത് ചെയ്യാം, എല്ലാം സംഭവിച്ചു പോയില്ലേ. ഓ അത് ഞാൻ അങ്ങ് സഹിച്ച്. ആ ഉമ്മ ഇയാള് പ്രതിഫലമായിട്ട് എടുത്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ MG അണ്ണന്റെ പടവും മസാല വശം ഇനി ഉണ്ടാവില്ല. അത് ചുമ്മാതാ, അത് ഞാൻ ചുമ്മാ പറഞ്ഞതാ. തൂത്ത് കളഞ്ഞു. എടാ അറിവേ, എന്നെ ഈ കോലത്തിൽ അവള് കണ്ടാൽ അവക്ക് എന്തോ തോന്നും. അണ്ണനെ ഈ കോലത്തിൽ അമ്പലത്തിന്റെ മുന്നിൽ കൊണ്ടിരുത്തിയ 5-6 കാശ് വിൽക്കാം. എന്നെ ഈ പിച്ചക്കോലത്തിലാക്കിയിട്ട് നീ തന്നെ സഹോദര ഇത് പറയണം. ഒരു ജീവിതമാണ് കിണറ്റിപ്പോയത്. ചാകാത്തത് ആരുടെ ഭാഗ്യവാ? അയ്യോ അണ്ണന്റെ അപ്പാവുടെ സമയദോഷം. നീ എന്നെ സഹായിക്കുക. അണ്ണനെ സഹായിക്കാൻ വേണ്ടി ആയിരുന്നു ഇതല്ല. നീ സഹായിച്ചാ ഞാൻ ഈ കോലത്തിലായത്. എനിക്കിപ്പോ ഒരു രക്തശാസ്ത്രിയുടെ പരിവേഷമുണ്ട്. ശെങ്കൊടി നിന്നെ ചുംബിക്കുന്ന കണ്ട് മനസ്സിന്റെ സമതല തെറ്റി കിണറ്റിപ്പോയവൻ. അറിവേ, നീ എന്നെ അവളെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തണം. എന്തിനാ? എന്നിട്ട് പറയണം, ശെങ്കൊടി ഞാൻ യു എന്ന് പറഞ്ഞത് ഈ അണ്ണന് വേണ്ടിയാ. അണ്ണൻ കാണുന്നത് പോലൊന്നും അല്ല, തടി വെച്ചാൽ കമലഹാസനെ പോലെ ഇരിക്കുമെന്ന്. എന്താടാ കിണിക്കുന്നത്? പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ അണ്ണൻ നിന്നെ ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്നു എന്ന് പറയണം. എന്ത് പറയുന്നു? ശരിയാവത്തില്ല. അണ്ണന് വേണ്ടിയായിരുന്നെങ്കിൽ പോലും ഞാൻ ആ മുഖത്തൊക്കെ പറഞ്ഞത് ഐ ലവ് യു എന്നാ. നാവ് കൊണ്ടല്ല ഞാനത് പറഞ്ഞത്. പിന്നെ എവിടെ കൊണ്ടാ? ഹൃദയം കൊണ്ടാ. അണ്ണനല്ല എന്നെ കൊണ്ടത് പറയുന്നത്. പിന്നെ ആരാടാ? ഈശ്വരനാ. അയ്യോ, അത് പറഞ്ഞപ്പോൾ ഞാൻ ആ കണ്ണുകളിൽ കണ്ടത് ഒരു പൂക്കാരിയല്ല, ഒരു പൂക്കാലം. പ്രണയത്തിന്റെ ഒരു വസന്തകാലം. ആ നിമിഷം മുതൽ എന്റെ കനവിലും നിലവിലും നിദ്രയിലും ഉണർവിലുമൊക്കെ ഒരു രൂപമേ ഉള്ളൂ, സെങ്കൊടി. ഈ ഗ്രാമത്തിന്റെ നിഷ്കളങ്കതയിൽ ഞാൻ ആ കൈപിടിച്ചോടി നടക്കുകയാണ്. மல்லிகை தோட்டத்தின் மார்கழி திங்களே, செந்தமிழ் பேசும் சுந்தரியே, உயிரே என் உயிரே. என் மனக்கோவிலிலே தேவனல்லவா, நீ என் ஆசை தோழனல்லவா, நீ என் ஆசை தோழனல்லவா. கொஞ்சி பேசிவா, நெஞ்சம் கிள்ளி பாடிவா, அஞ்சாமலன் கூடவா, காதல் கவிதை பாடிவா.
മല്ലികை தோட்டத்தின் மார்கழி திங்களே செந்தமிழ் பேசும் சுந்தரியே உயிரே என் உயிரே பறவைகளைப் போலே வானத்தில் பறக்கலாம் யாருமே காணாமல் கட்டிப் பிடிக்கலாம் பறவைகளைப் போலே வானத்தில் பறக்கலாம் யாருமே காணாமல் கட்டிப் பிடிக்கலாம் நதியிலே அலைகளில் நீந்தி துடிக்கலாம் உயிருக்குயிராய் நேசிக்கலாம் உயிருக்குயிராய் ஒன்றாகலாம் നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേടാ? അണ്ണാ അണ്ണ എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കണം. എനിക്ക് വേണ്ടി ഒരു വാക്ക് പറയാൻ ഞാൻ നിന്നെ ഏൽപ്പിച്ച സാധനം നീ അടിച്ചു മാറ്റി സ്വന്തമാക്കിയല്ലേ? ശരിയല്ലടാ, ശരിയല്ലടാ, ഒരിക്കലും ശരിയല്ല. ശരി, കൊണ്ടുപോയി തിന്നടാ പുല്ലേ. പക്ഷേ ഇത് കൊലച്ചതിയാടാ. ഒരു കൂടപ്പുറപ്പിനോട് ഒരിക്കലും ചെയ്യരുത്. ചെങ്കൊടി പോയെങ്കിൽ പോട്ടടാ, കരിങ്കൊടിയെ പ്രേമിക്കും ഞാൻ. മിണ്ടരുത്, കേട്ടിക്കളയും ഞാൻ. മിണ്ടരുത്.